ഡോക്ടർ ചിഞ്ചു ആനി ഫിലിപ്പ്. ഇന്ന് ഞാൻ നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. എന്താണ് യഥാർത്ഥത്തിൽ ഈ സ്ട്രോക്ക്? ഒരു എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറയും ഹാർട്ട് അറ്റാക്ക്, ഹൃദയത്തിൽ വരുന്ന ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു, അങ്ങനെ പറ്റി ആൾക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്ന് പറയുന്ന പോലെ ബ്രെയിനിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ബ്രെയിൻ അറ്റാക്ക്. അത് തന്നെയാണ് ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മുടെ തലച്ചോറിൽ ഒരുപാട് രക്തക്കുഴലുകളുണ്ട്. ആ രക്തക്കുഴലുകളിലൊക്കെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ബ്ലോക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ആ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ ഉണ്ടാവുന്നതാണ് ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ ഹെമറേജ്. ഈ രക്തക്കുഴലുകൾ പൊട്ടുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ പറയുന്ന പേരാണ് ഹെമറേജ്. ഇത് ആർക്കൊക്കെയാണ് ഉണ്ടാകുന്നത്, ആരിലൊക്കെയാണ് ഇത് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നതെന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ ഒരു അടുത്ത കാലഘട്ടം വരെ, അതായത് ഒരു 10 വർഷം അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം വരെ ഒരു 50-60 മുകളിലുള്ളവർക്കായിരുന്നു ഇത് കാണപ്പെട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു റീസെന്റ് ആയിട്ട് ഈ അടുത്ത കാലഘട്ടത്തിൽ ഇപ്പോൾ ഇത് ചെറുപ്പക്കാരിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ പ്രധാന ഘടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതശൈലി തന്നെയാണ്. നമ്മുടെ ജീവിതശൈലിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നുപോയി. പണ്ടത്തെ ഒരു അവസ്ഥയല്ല ഇന്ന് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. പിന്നെ ഇത് ആരിലാണ് കൂടുതൽ കാണുന്നത്? ഇത് കൂടുതലും പുരുഷന്മാരിലാണ് കാണുന്നത്. എന്താന്ന് വെച്ചാൽ പുകവലി, മദ്യപാനം ഒക്കെ ഉള്ളവരിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. പുകവലിയാണ് ഇതിന്റെ പ്രധാന ഒരു ഘടകം തന്നെ നമുക്ക് പറയാൻ പറ്റും. അതല്ലാതെ BP കൂടുക, പ്രഷർ കൂടുന്ന അവസ്ഥ, ഷുഗർ കൂടുന്ന അവസ്ഥ, കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥ. സത്യത്തിൽ കൊളസ്ട്രോൾ ഇതിന്റെ ഒരു പ്രധാന ഘടകമാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിലെ ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് മെയിൻ ഒരാൾ കൊളസ്ട്രോൾ ക്രിസ്റ്റൽസ് എന്നൊക്കെ നമ്മൾ പറയും. അത് രക്തത്തിന്റെ ധമനി ഇതിൽ കൂടി അങ്ങനെ ഒരു കട്ട പിടിച്ചിട്ടാണ് ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എപ്പോഴും നമ്മുടെ തലച്ചോറിന് രക്തം ആവശ്യമാണ്. കാരണം തലച്ചോറിന് ഒരു ഗ്ലൂക്കോസ് എപ്പോഴും വേണ്ടുന്ന, ഗ്ലൂക്കോസും ഓക്സിജനും എപ്പോഴും അതിന് വേണം. കാരണം അതിന് ഒരു സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല നമ്മുടെ തലച്ചോറിന്. നേരെ മറിച്ച് നമ്മുടെ ശരീരത്തിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറഞ്ഞ കൊഴുപ്പ്, നമ്മുടെ ശരീരത്തിൽ ആ തടിച്ച ഭാഗങ്ങൾ ഉണ്ടാവില്ല, അതിന് കൊഴുപ്പ് എന്ന് പറയുന്ന ആ ഭാഗങ്ങൾ പെട്ടെന്ന് ആ കൊഴുപ്പ് അലിഞ്ഞ് അത് ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ഗ്ലൂക്കോസിനെ എടുക്കാൻ പറ്റും. ശരീരത്തിന് വേണ്ട രീതിയിൽ എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ അഡിപ്പോസ് ടിഷ്യൂസിനെ എന്ത് ചെയ്യും, ഗ്ലൂക്കോസാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അഡിപ്പോസ് ടിഷ്യൂസിലെ ആ ഫാറ്റിനെ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ തലച്ചോറിന് അങ്ങനത്തെ ഒരു പ്രക്രിയ ഇല്ല. അപ്പൊ എന്താ വെച്ചാൽ എപ്പോഴും രക്തം തലച്ചോറിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണം. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ ഒരു ബ്ലോക്ക് വരിക അല്ലെങ്കിൽ ഒരു രക്തക്കുഴല് പൊട്ടുന്ന ഒരു അവസ്ഥയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗം എവിടെയാണോ ഈ രക്തം ചെന്ന് കൊടുക്കുന്നത് ആ ഭാഗത്തിന് എന്ത് കിട്ടാതാവും, ഈ ഗ്ലൂക്കോസും ഓക്സിജനും ഒന്നും കിട്ടാതാവും. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ തലച്ചോറിന്റെ ഓരോ ഭാഗങ്ങളും നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും പ്രവർത്തിക്കുന്നതാണ്. പ്രത്യേകിച്ച് സ്ട്രോക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ ഒരു ഭാഗം തളർന്നു പോവുക, ഒരു സൈഡ് പെട്ടെന്ന് തരിച്ചു പോവുക, പെട്ടെന്ന് തലവേദന ഉണ്ടാകുക, കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുക, ബാലൻസ് തെറ്റുക, കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥ, കാല് പൊക്കാൻ പറ്റാത്ത അവസ്ഥ, നമുക്ക് പിടിക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനത്തെ ഒക്കെ അവസ്ഥകൾ ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ പറയും, ഇപ്പൊ ഷുഗറും പ്രഷറൊക്കെ ഉള്ളവരോട് നമ്മൾ പറയും അത് ചിലപ്പോൾ ഷുഗർ താണു പോയതാണ്, അല്ലെങ്കിൽ വേഗം കുറച്ച് പഞ്ചസാര എടുത്ത് കഴിക്കുന്നൊക്കെ നമ്മൾ പറയും, അല്ലെ? പക്ഷെ നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു സൈഡായിട്ട് മാത്രമാണെങ്കിൽ അത് തികച്ചും ഒരു സ്ട്രോക്കാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ നേടേണ്ടതാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു 4.5 മണിക്കൂർ, പണ്ടത്തെ പഠനങ്ങൾ അനുസരിച്ച് ഒരു 3 മണിക്കൂറിനുള്ളിലെങ്കിലും ചികിത്സ നേടണം എന്നായിരുന്നു. ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് ഒരു 4.5 മണിക്കൂറിനുള്ളിലെങ്കിലും ചികിത്സ നേടണം എന്നാണ്. കാരണം നമ്മുടെ ഈ സ്ട്രോക്ക് വരുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്, ന്യൂറോൺസുകളുണ്ട് നമ്മുടെ തലച്ചോറിലെ. ആ ന്യൂറോൺസിന് ഏകദേശം 1.9 ദശലക്ഷം ന്യൂറോൺസ് 1 മിനിറ്റിൽ നശിച്ചു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, 1 മിനിറ്റ് അപ്പൊ എത്രത്തോളം വൈകി കഴിഞ്ഞാൽ ഈ തലച്ചോറിലെ സെൽസ് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരില്ല, തിരിച്ച് നേരെ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ 1 മിനിറ്റിൽ ഇത്രയും പോകുന്നെങ്കിൽ 4.5 മണിക്കൂറിനുള്ളിൽ അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ തിരിച്ചാളെ കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പെട്ടെന്നുള്ള തലവേദന, അല്ലെങ്കിൽ ഒരു സൈഡിലെ കണ്ണിന് കാഴ്ച കുറയുക, നമ്മുടെ ബാലൻസ് തെറ്റുക, കണ്ടിന്യൂസ് ആയിട്ട് കാലിന് ഒരു സൈഡ് ഭയങ്കര തരിപ്പ് വരിക, അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൻ്റെ അടിയന്തര ചികിത്സ നേടേണ്ടതാണ്.
ഇപ്പം അങ്ങനെ വന്ന ഒരാൾക്ക് ഒരു കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആള്, അതായത് ഇപ്പം ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ തലച്ചോറിൽ കട്ട പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ കട്ട പിടിക്കുന്നത് നമുക്ക് അലിയിച്ച് കളയാനുള്ള മരുന്നുകളുണ്ട്, ത്രോംബോലൈസിസ് ഏജൻസ്, അങ്ങനത്തെ കുറച്ച് ഏജൻസുകളൊക്കെ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ആള് നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷേ അത് എത്തണമെങ്കിൽ നമ്മൾ കൃത്യമായ ആ സമയത്തിൽ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്കോ ആരെങ്കിലും നിങ്ങളിങ്ങനെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കുക. കൂടുതൽ നേരം തലചുറ്റലാണ്, തലകറക്കമാണ്, അങ്ങനെ വെള്ളം കൊടുക്കാനോ അങ്ങനെ അതിനെക്കാട്ടിലും ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആ പേഷ്യൻ്റ് പറയുന്നത്. പലപ്പോഴും അങ്ങനെ ഒരു ബോധാവസ്ഥ ഉണ്ടാവില്ല, എങ്കിൽ പോലും അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ നേടേണ്ടതാണ്. പിന്നീട് നമ്മൾ ആ ചികിത്സ നേടിക്കഴിഞ്ഞതിന് ശേഷം ഒരു 3 മാസ കാലയളവും കൊണ്ടൊക്കെ പഴയതുപോലെ ഒരു പരിധി വരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മൾ ഭാവിയിൽ ചെയ്യേണ്ടത് ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി. കാരണം പെട്ടെന്ന് ഒരു സൈഡിലൊക്കെ മുഖമൊക്കെ കൂടി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ആ കൂടി പോകുന്ന അവസ്ഥയിൽ പിന്നെ തിരിച്ച് അവർക്ക് സംസാരശേഷിയൊക്കെ വളരെയേറെ കുറയും. അപ്പോൾ അവർക്ക് നമ്മൾ സ്പീച്ച് തെറാപ്പി അതേപോലെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ആളൊന്ന് നല്ലപോലെ ഉഷാറാവും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ഇങ്ങനെ കാലിലൊരു സൈഡിൽ പെട്ടെന്നുള്ള തരിപ്പോ അല്ലെങ്കിൽ തളർന്നു പോകുന്ന അവസ്ഥ, മുഖം കൂടി പോകുന്ന അവസ്ഥ, കണ്ണിന് കാഴ്ച കുറയുന്ന അവസ്ഥ, ബാലൻസ് തെറ്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക, അടിയന്തര ചികിത്സ നേടുക. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണശീലം നന്നായി ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ പലരും ജോലികൾ കാരണം കൊണ്ടോ സ്ട്രെസ് കാരണം കൊണ്ടൊക്കെ പലരും ഭക്ഷണശൈലികൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പണ്ടുള്ളവരെ രാവിലെ കൃത്യമായ ഓരോ സമയത്തിന് ഭക്ഷണം കഴിച്ചവർ ഇപ്പോൾ സമയത്തിനല്ല ഭക്ഷണം കഴിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കാം. പിന്നെ വല്ലാണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന കൊഴുപ്പാഹാരം കഴിക്കുക, അതിൽ കൂടുതൽ കൊഴുപ്പുള്ള ആഹാരങ്ങളൊക്കെ കുറയ്ക്കുക, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക, അതുപോലെ പ്രഷർ കൺട്രോൾ ചെയ്യുക, ഷുഗർ കൺട്രോൾ ചെയ്യുക. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാണ്, പുകവലിയും മദ്യപാനമാണ്. അത് പരമാവധി നിങ്ങൾ ഒഴിവാക്കുക. കാരണം ഇന്ന് നമുക്ക് വിഷമം തോന്നുന്നത് ചെറുപ്പക്കാർക്ക് വരെ വരുമ്പോൾ അവരാണ് ഭാവി തലമുറ. അവർ ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. അടിയന്തര ചികിത്സ ഇങ്ങനെ ഉള്ളവർക്ക് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തന്ന ഇൻഫർമേഷൻ ഫലപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും കാണുന്നവരെ താങ്ക് യു.